പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ LDF MLA വാഴൂർ സോമനാശ്വാസം. LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് നൽകിയ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളി. ശരിയായ വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തുവന്നതെന്ന് വാഴൂർ സോമൻ പ്രതികരിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് LDF സ്ഥാനാർത്ഥിയായിരുന്ന വാഴൂർ സോമനെ വിജയായി പ്രഖ്യാപിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന ആക്ഷേപം ഹൈക്കോടതി തള്ളി. വാഴൂർ സോമനെ വിജയായി പ്രഖ്യാപിച്ച നടപടി ശരിവെച്ച ഹൈക്കോടതി അപൂർണമായ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചത് ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമാണെന്ന വാദം അംഗീകരിച്ചില്ല. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനായിരിക്കെയാണ് വാഴൂർ സോമൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഇത് ഇരട്ട പദവിയുടെ പരിധിയിൽ വരുമെന്ന UDF സ്ഥാനാർത്ഥിയുടെ വാദവും ഹൈക്കോടതി തള്ളി. ബാധ്യതകളും വരുമാനവും സംബന്ധിച്ച ആക്ഷേപത്തിൽ വാഴൂർ സോമൻ നൽകിയ വിശദീകരണം ഹൈക്കോടതി അംഗീകരിച്ചു. നടപടിക്രമങ്ങൾ പാലിച്ചാണ് നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചതെന്ന വാദവും കോടതി ശരിവെച്ചു. വോട്ടറുടെ അറിയാനുള്ള അവകാശം LDF സ്ഥാനാർത്ഥി ലംഘിച്ചിട്ടില്ലെന്നും ഹൈക്കോടതി വിലയിരുത്തി. വിരമിക്കുന്ന ദിവസമാണ് ജസ്റ്റിസ് മേരി ജോസഫ് അധ്യക്ഷയായ ബെഞ്ച് വിധി പറഞ്ഞത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1835 വോട്ടുകൾക്കാണ് വാഴൂർ സോമൻ പീരുമേട്ടിൽ നിന്ന് വിജയിച്ചത്. നീതിപീഠത്തിലും ജനാധിപത്യത്തിലും വിശ്വാസമുണ്ട് എന്നായിരുന്നു പീരുമേട് MLA വാഴൂർ സോമന്റെ പ്രതികരണം. പൊതുജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഇതുവരെ തെറ്റ് സംഭവിച്ചിട്ടില്ലെന്നും വാഴൂർ സോമൻ. എനിക്ക് ജനാധിപത്യ വിശ്വാസത്തിൽ പൂർണ്ണ മതിപ്പുണ്ട്. വ്യവസ്ഥകളോടും അങ്ങേയറ്റം ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഏതാണ്ട് 55 വർഷക്കാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധമായ തെറ്റുകളും വരുത്താറില്ല. റിപ്പോർട്ടർ, കൊച്ചി.